ഈ വീഡിയോയിലെ ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ വിശ്വസിച്ചേ മതിയാവൂ. ഇറാനിയൻ മിലിറ്ററി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഴ്സ് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇറാനിയൻ പത്രങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ വാർത്ത കൊടുക്കുന്നു. എന്താണ് സംഭവം? മനസ്സിലാക്കുക. ഇസ്രായേലി മൊസാദിൽ സ്പൈ ഏജൻസിയാണ് ലോകത്തിൽ ഇപ്പം നമ്പർ 1, 2, 3 എന്നൊക്കെ പറയുവാണെങ്കിൽ 1, 2 സ്ഥാനത്ത് നിൽക്കുന്ന സ്പൈ ഏജൻസിയാണ്. നല്ല അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നവരാണ്. അതിലേകദേശം 100-ൽ പരം മലയാളികളുണ്ട്. അവിശ്വസനീയമായി തോന്നാം. അവൻ്റെ കഴിഞ്ഞ 10-12 വർഷമായിട്ടാണ് മലയാളികളുടെ പ്രസൻസ് ഈ മൊസാദിലുണ്ടായി. വെൽ ട്രെയിൻഡാണ് ഇവർ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന റിപ്പോർട്ട്, ഇറാനിൽ ഇപ്പോഴത്തെ ഭരണാധികാരി മസൂദ് പെഷഷ്ഖാൻ അധികാരത്തിൽ വരുന്നു. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഹമാസിൻ്റെ ലീഡറായിരുന്ന ഇസ്മായിൽ ഹനിയ അവിടെ മിലിറ്ററി ക്യാമ്പസിൽ അതീവ തീവ്ര സുരക്ഷയിലാണ് അദ്ദേഹത്തിന് അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഗസ്റ്റ് ഹൗസ് കൊടുത്ത് താമസിക്കാൻ. അവിടെ സ്ഫോടനം നടത്തിയതിൽ 2 പേരും മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ആയിരുന്നു. അത് 2 പേരും മലയാളികളാണെന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സിറ്റിസണുള്ളവരല്ല. ഇന്ത്യയിൽ നിന്ന് വന്ന വിദേശത്ത് വരികയും പിന്നീട് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ഈ ഇറാനിൽ മിലിറ്ററി കോൺട്രാക്ടേഴ്സ്, മിലിറ്ററിക്കകത്ത് കയറിയവർ. മലയാളികളാൾ മോശമല്ല. പണ്ട് പല ആൾക്കാരും പറയുന്നത് കേൾക്കുമായിരുന്നു, ഈ മലയാളികളുടെ DNA-ക്കകത്ത് ജൂയിഷ് സംഭവം ഉണ്ടെന്ന്. അപ്പം അത് തന്നെ പ്രൂവ് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കുക. മൊസാദ് എന്ന് പറഞ്ഞൊരു ഏജൻസിക്കകത്ത് 100ഓളം മലയാളികൾ അവരുടെ ഓപ്പറേഷൻ്റെ പാർട്ടായിട്ട് മിഡിൽ ഈസ്റ്റിലുണ്ട് എന്ന് പറയുന്നത് അവിശ്വസനീയമൊന്നുമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇറാനിലെ മലയാളികൾ മിഡിൽ ഈസ്റ്റിലാണ്, വെസ്റ്റ് ഏഷ്യയിലുമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഈ മൊസാദിന് വേണ്ടി ഓപ്പറേഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വയനാട്ടിലെ ഒരു പയ്യൻ, പേര് പുറത്തു വന്ന റിൻസ്, ഈ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത പേജർ ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എവിടുന്ന് എങ്ങോട്ടാണ് പോയേക്കുന്നത്? വളരെ കൃത്യമായി. അതേപോലെ ഹിസ്ബുള്ളയ്ക്കകത്തുള്ള പല കോൺട്രാക്ടേഴ്സ് ഇവർ ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ സിവിലിയൻ കോൺട്രാക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. വില കുറച്ച് കൊടുക്കണം, നല്ല സാധനം കിട്ടണം. ഇവർക്ക് ഈ കോൺട്രാക്റ്റ് മുഴുവനും കൊടുത്തുകൊണ്ടിരുന്ന മലയാളികളായിരുന്നു. വെപ്പൺസ് ഉൾപ്പെടെ ഈ പല വെപ്പൺസ് ഇത് പുറത്തുനിന്ന് മേടിക്കും, ഗ്രേ മാർക്കറ്റിൽ നിന്ന്, ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കും. പല വെപ്പൺസും വർക്ക് ചെയ്യുന്നില്ല. ഇത് സംഭവം ഉഷാറായിട്ട് കിട്ടി, സംഭവം വർക്ക് ചെയ്യാതായി. ഇതെല്ലാം ഇവിടെ കോട്ട് ചെയ്തിട്ടാണിത് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ് മലയാളികൾ. അപ്പം എങ്ങനെയാണ് ഇത്രയും മാത്രം മലയാളികൾ അതിനകത്തുണ്ടായത്? നിങ്ങൾക്കറിയാം, ഏകദേശം 10-20 വർഷമായിട്ടുള്ളൂ മലയാളികൾ ഇസ്രായേലുമായിട്ട്. കാരണം അവിടെ ആദ്യം മലയാളികൾ കൂടുതൽ പോകുന്ന ഹോളി സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഞാൻ അറിഞ്ഞെടുത്തോളം, ഞാൻ പലരോടും ചോദ്യം മനസ്സിലാക്കിയെടുത്തോളം, ഈ മലയാളികൾ, അതിൻ്റെ അകത്തുള്ള മലയാളികളുടെ അകത്ത് മുസ്ലിങ്ങളുമുണ്ട്, അതിൻ്റെ അത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസാണ് ഭൂരിപക്ഷവും. ഉറപ്പായിട്ട് ക്രിസ്ത്യൻസിന് ഇസ്രായേലുമായിട്ടൊരു ബന്ധമുണ്ട്, അവർ ഹോളി സിറ്റിയാണ്. പക്ഷേ അതിൻ്റെ അത് ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിംസുമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇവരുടെ കയ്യിലാണ്. ഇവരാണ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറ്റിയിട്ട് അവർ മറ്റുള്ള യൂറോപ്പിലെ ഈസ്റ്റേൺ യൂറോപ്പ് മറ്റുള്ള അവിടെ സിമ്പിളായിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മോഡസ് ഓപ്പറൻഡിയാണ് പറയുന്നത്. അവിടെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. അവർക്കൊപ്പം കുറച്ച് കഴിയുമ്പോൾ അവിടുത്താണ് സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം രാജ്യക്കാർക്ക് പലർക്കും ഇറാനിലും ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അവർക്ക് ടിക്കറ്റ് എടുത്താൽ മതി. അവിടെ പോയിട്ട് അവിടെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും അപ്പോൾ അവർക്ക് അവിടെ താമസിച്ച റെസിഡൻറ്റ് വിസയെല്ലാം കൊടുത്ത് ആ പാസ്പോർട്ടിൽ, അതായത് വിദേശ രാജ്യത്തിൻ്റെ ആ പാസ്പോർട്ടിൽ ഇവിടെയുള്ള റെസിഡൻറ്റ് വിസ കൊടുത്ത് അവരെ ആ ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓപ്പറേഷൻ പല രാജ്യങ്ങളിലും അങ്ങനെ നടക്കുന്നത്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പാകിസ്ഥാൻകാരെയൊക്കെ തപ്പി പോകുമ്പോൾ
പല ഇന്ത്യൻ ഏജൻസി എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ടാണ്. ഇത് പണ്ട് പോലെയുള്ള സംഭവമാണ്. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസാണ് അണ്ടർ കവർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാരസംഘടനകൾ ലോകത്തെല്ലാം പ്രവർത്തിക്കുന്നത്. അവരിവിടെ ചെറിയ ബിസിനസ്സും പരിപാടിയും, പക്ഷേ അവർ കുറച്ച് ലോക്കൽ ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്തൊരു ചെറിയ കമ്പനിയൊക്കെ നടത്തി. പക്ഷേ ഇവരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്, ഓപ്പറേഷൻസാണ്. അപ്പം അതിനെ രാജ്യം പണം മുടക്കും. മനസ്സിലാക്കുക. എനിക്കിപ്പം അത് കോട്ട് ചെയ്ത ആൾ പറയുന്നത് ഇപ്പം ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളവരെ എടുക്കുന്നത്, പക്ഷേ ഇതിനകത്ത് ഇളവ് കൊടുത്ത് ഔട്ട്സൈഡ് ഓപ്പറേഷൻ ഇവരെ ഏൽപ്പിച്ചേക്കുമെന്ന്. അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ലോകത്ത് പല ഭാഗങ്ങളിലും മലയാളികൾ മൊസാദിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഇത് ഞാൻ കൺഫേം ചെയ്തു, ഈ സംഭവം സത്യമാണോ അല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ പറയുന്ന പലതും ആംഗിളുമായിട്ട് ചോദിച്ച് അവിടുത്തെ സീനിയർ ഡിഫൻസ് ഓഫീസറുമായിട്ട് വരുമ്പോൾ കൺഫേം ചെയ്ത് ഇവർ വെൽ ട്രെയിൻഡാണ്, മിടുക്കന്മാരാണ്, വളരെ അഗ്രസീവാണ്, കാര്യങ്ങൾ 100% സക്സസ്ഫുൾ ചെയ്യും. മനസ്സിലാക്കുക, ഹിസ്ബുള്ളയെ തകർത്തതിൻ്റെ അതായത് ഗ്രൗണ്ട് ഇൻ്റലിജൻസ് ഇവരുടെ മുഴുവനും ഏർപ്പാടാക്കിയത് മലയാളികളാണ്. അവരാണ് എക്സാക്റ്റ് പോയിൻ്റ്, നസറുള്ള എവിടെ ഇരിക്കുന്നു, ഇന്നടത്ത് ബോംബ് ചെയ്യണം, കറക്റ്റായിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഹിസ്ബുള്ള ഇത്ര ദിവസം കൊണ്ട് തകർത്തത്. അതിൻ്റെ മലയാളികളാണ് കൂടുതലുള്ളത്. കാരണം മിഡിൽ ഈസ്റ്റിലാണ് അവരാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മലയാളികൾ ടെക്നിക്കലി വെൽ സ്കിൽഡാണ്. മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് വളരെ വെൽ സ്കിൽ. അവർക്ക് ഒറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, ഈ കേരളത്തിൽ വരുമ്പോൾ ഈ കമ്മ്യൂണിസം തലയ്ക്കകത്ത്, സോഷ്യലിസം തലയ്ക്കകത്ത് പിടിച്ചു. കേരളം വിട്ട് കഴിഞ്ഞ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് മലയാളികൾ. ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ട്, ഇൻക്ലൂഡിങ് ഈ വിദേശിയായ സായിപ്പിനേക്കാളും മിടുക്കന്മാരാണ് മലയാളികൾ. വളരെ ഫാസ്റ്റായിട്ട് ജോലിയും, വളരെ അക്കൗണ്ടബിളാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും, ഡെലിവറി ചെയ്യും. ഉറപ്പായിട്ട് ഇവർക്ക് ഇൻ്റലിജൻസ് സർവീസിൽ ഈസി ആയിട്ട് സർവീസ് കിട്ടും, ജോലി ചെയ്യാൻ സാധിക്കും. അപ്പം ലേറ്റസ്റ്റ് സ്റ്റേജിലൊക്കെ എന്താവും എന്ന് അറിയത്തില്ല, പക്ഷേ ഇവർ വളരെ അതിൻ്റെ മൊസാദിൻ്റെ ശരിക്കും പാർട്ടാണ്. പല അണ്ടർ കവർ ഓപ്പറേഷൻസ് അവർ തന്നെയാണ് നടത്തുന്നത്. ഇപ്പം ലെബനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കൃത്യമായിരുന്നു അവിടുത്തെ ഓരോ ലീഡേഴ്സ് എവിടെയൊക്കെയാണ് താമസിക്കുന്നത്. അതേപോലെ സിറിയയിൽ, അതായത് ഹിസ്ബുള്ളയുടെ പല സംഭവങ്ങളുണ്ട്, വളരെ ആക്റ്റീവായിരുന്നവർ, അതും കൃത്യമായിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ ഇതിനകത്തൊക്കെ മലയാളികളാണ്. അതേപോലെ പല മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്കും ഇറാനും മറ്റുള്ളവർക്ക് സോഴ്സ് ഉണ്ട് പല രീതിയിലുള്ള. ഇവരുടെ ഈ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് സംഭവങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവരാ കൊടുക്കുന്നത്. കാരണം മലയാളിക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് നേരത്തെ ബന്ധമുണ്ട്, ഒരു 30 കാരണം ആൾക്കാരിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നു. എനിക്ക് ഒരു കുടുംബം എടുക്കുവാണെങ്കിൽ കേരളത്തിൽ, ആ കുടുംബത്തിൽ മിനിമം 1-2 പേര് മിഡിൽ ഈസ്റ്റിൽ ജോലിയുണ്ട്. അപ്പോൾ ആ ബന്ധമെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേൽ അത് ഉപയോഗിക്കുന്നത്. കാരണം ഈ അറബ് രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ലെബനൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇവർക്കെല്ലാം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധമുണ്ട്. പല രീതിയിൽ ഇവർ ജോലി ചെയ്യാനും ബിസിനസ്സും പരിപാടിക്കൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ ഇത് കണക്ട് ചെയ്ത് പോയെന്ന് കണ്ടു. ആ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഈ റിൻസിൻ്റെ കാര്യം നേരത്തെ ഒന്ന് ആലോചിച്ച്, ഇത് സംഭവം എങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത? ഇതങ്ങനൊന്നും ഈ പറയുന്ന പോലെ റിൻസിന് ഈ പറയുന്ന ഈ കോൺട്രാക്റ്റ് ഒന്നും അവർ കൊടുക്കത്തൊന്നുമില്ല. ഉറപ്പായിട്ടും പിന്നീട് ഇതുമായിട്ട് താരതമ്യം ചെയ്ത് ഈ ഓഫീസർ പറയുകയും, ഇന്നലെ ഇറാനിയൻ സീനിയറായിട്ടുള്ള ഒരു ഓഫീസർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കൊടുക്കുന്നു. പിന്നെ അവിടെ ചെറിയ ചെറിയ പത്രങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ മനസ്സിലാക്കുക, ഇന്ത്യക്കാരന് അറൈവൽ ഓൺ വിസ ഓൺ അറൈവലാണ് ഈ ഇറാനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറാനെന്ന് പറഞ്ഞ രാജ്യത്തെ മുഴുവനായിട്ട് പൂട്ടിയേക്കുന്ന മലയാളികളാണ്. അതിൻ്റെ എൻട്രി വഴി അകത്ത് വരെ കയറിയേക്കുക. അത് പട്ടാളത്തിനകത്ത് പട്ടാളത്തിലെ കോൺട്രാക്റ്റ് എടുക്കുക. ആലോചിച്ച് നോക്ക്, വളരെ സീരിയസ് ഇഷ്യൂവാണ്. പട്ടാളത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ പറയുന്ന എടുത്തിരിക്കുന്നത് മലയാളികളാണ്. അപ്പം ഇവർ മുഴുവൻ ഇസ്രായേലി ചാരസംഘടനപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് മൂവ് ചെയ്തു, അയാളെ വെടിവെച്ച് കൊന്നു, അവിടെ സ്ഫോടനം നടത്തി കൊന്നു. ഈ ചെയ്തവരെ ഒന്നും ഒരാൾക്ക് തൊടാൻ പറ്റിയിട്ടില്ല, അവരൊക്കെ അപ്പോഴേ കടന്നു കളഞ്ഞു. അത്ര ഇപ്പം മലയാളികളപ്പോൾ എവിടെ വരെ എത്തിയെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ പണമുണ്ട്, അതിനേക്കാൾ ഉപരി ഇതേപോലെ അണ്ടർ കവർ ഓപ്പറേഷൻ്റെ അകത്ത് മലയാളികളും മുസാദിൻ്റെ അകത്ത് പാർട്ടുകളാണ്. അവനത് ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അവരാണ് ഓപ്പറേഷൻ്റെ അകത്ത് പലതും നിയന്ത്രിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല മലയാളികൾ.
അതിമിടുക്കന്മാരാണ്. ഒരു കേരളത്തിൽ പോയിന്റ് ഈ കേരളത്തിലാണ് ഒരു മോശം. കേരളം വിട്ട് കഴിഞ്ഞാൽ മിടുക്കന്മാരാണ്. അതിനകത്ത് ഈ മുസ്ലിം ആൾക്കാരെ അവർ ഉപയോഗിച്ചേക്കുവാണ്. കേരളത്തിലുള്ള മുസ്ലിംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പറയുന്ന മൊസാദിൻ്റെ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ്റെ അകത്ത് പല ഭാഗത്ത്. അപ്പം എല്ലാം കൂടെ താരം ചെയ്യുവാണെങ്കിൽ ഇതൊരു ഭയങ്കര എക്സ്ക്ലൂസീവ് സാധനമാണ്, മലയാളികൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ഓപ്പറേറ്ററെ മൊസാദിനെ പറ്റി ഒരു വീഡിയോ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. അവരുടെ പല ഓപ്പറേഷൻസ് ഉണ്ട്, എങ്ങനെയാണ് അവർ നടത്തുന്നതെന്നും. നിങ്ങളൊക്കെ കേട്ട് കാണും ബ്ലാക്ക് സെപ്റ്റംബർ, അതിനുശേഷം ഓപ്പറയോ കമ്മിറ്റി എക്സ് എന്നും പറഞ്ഞ സംഭവം, ഓപ്പറേഷൻ എൻഡബി. ഇങ്ങനെയുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ്റെ അകത്തൊരു കില്ലിംഗ് മിഷനാണ് മൊസാദ്. അപ്പോൾ അവരുടെ പാർട്ടാകാൻ മലയാളിക്ക് സാധിച്ചുവെങ്കിൽ മലയാളീസ് എപ്പിട്ടോൺ ഒരു ടവറിൻ്റെ മേളിൽ നിൽക്കുന്നവനാണ്. അവർക്ക് നേരായിട്ട് ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളികൾ കേരളത്തെ വല്ലാത്തൊരു മേഖലയിലോട്ട് കൊണ്ടുപോകും. പക്ഷെ അതിന് പറ്റിയൊരു പൊളിറ്റിക്കൽ ഇച്ഛാശക്തിയുള്ളവർ കേരളത്തിലില്ലാതായിപ്പോയി. അതാണ് ഞാൻ പറയുന്നത്. ഈശ്വരൻ ദൈവം നമുക്ക് ഇത്രയും മനോഹരമായ ലാൻഡും ജനങ്ങളെയൊക്കെ തന്നിട്ടും ഇവിടെ കാരണം മഴയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മലയാളി കേരളത്തിൽ ജീവിക്കുന്നത് പക്ക സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇതായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ എല്ലാ പ്രൊഡക്ടിവിറ്റിയും നശിച്ചു പോകുന്നു കേരളത്തിൽ. അല്ലെങ്കിൽ ഇതേപോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടെ പോയി മൊസാദിന് വേണ്ടി പെർഫോം ചെയ്യുന്നു, അത് ഗ്ലോബൽ അറ്റൻഷൻ ആകുന്നു. ആലോചിച്ച് നോക്കുക, റിൻസ് എന്ന് പറഞ്ഞ ആ പയ്യൻ, അന്ന് മുതൽ എനിക്ക് സംശയമുണ്ട് എങ്ങനെ ഇതിനകത്ത് കയറി എന്നുള്ളത്. ഇപ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയെല്ലാം കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാകുകയാണ്. മലയാളികൾ താപ്പാനകൾ തന്നെയാണ്, മിടുമിടുക്കന്മാർ തന്നെയാണ്. അവരത് പ്രൂവ് ചെയ്തു.